അപ്പോൾ നമ്മൾ എൻ്റെ ചാനൽ സ്റ്റോറിയാണ് പറയുന്നത്. കണ്ടാൽ ഞെട്ടി പോവും. ഞെട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് ആയിട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ നാട്ടിൽ വെച്ചായിരുന്നു ഞാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ അയർലൻഡിലാണ്. അത് ഞാൻ നാട്ടിൽ വെച്ച് തുടങ്ങിയ ചാനൽ വേറൊരു മൊബൈലായിരുന്നു. അറിയില്ല, വേറെ ഏതൊരു മൊബൈലിലായിരുന്നു. ആ മൊബൈലിൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി. അപ്പോൾ ആ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അയർലൻഡിലേക്ക് വന്നു. പക്ഷെ ആ ഫോൺ ഞങ്ങളുടെ നാട്ടിലെ ഗ്രാൻഡ്മയ്ക്ക് കൊടുത്തപ്പോൾ നാട്ടിലാണ് അപ്പോൾ ആ ഫോണുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ അപ്പയുടെ ഫോണിൽ വേറെ ചാനൽ തുടങ്ങി. എൻ്റെ നാട്ടിലത്തെ ചാനലിൻ്റെ പേര് കൂൾ ഗെയിമിംഗ് EME. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചാനലിൻ്റെ പേര് മാറ്റി ലോഗോയും മാറ്റി കുറേ ചെയ്തു. എന്നിട്ട് അവസാനം ഒരു പേര് കിട്ടി. അങ്ങനെ ഇങ്ങനെ കൂൾ ഗെയിമിംഗ് EME 2.0 3. അങ്ങനെ കുറേ ഇതൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഏതോ ഒരു പേര് കിട്ടു. എന്തോ XZ എന്നെങ്ങാണ്ട് പറഞ്ഞ് ഒരു XX അല്ല, ഡോണ്ട് സേ ദ വേർഡ് X എന്ന് പറഞ്ഞ ചാനല്, ലെറ്റർ X എന്ന് പറഞ്ഞ ഒരു ചാനല് ഞാൻ തുടങ്ങിയായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പയുടെ ബർത്ത്ഡേക്ക് പുതിയ ഫോൺ കിട്ടി. അപ്പോൾ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പയുടെ പഴയ ഫോൺ എനിക്ക് തന്നു. പഴയ ഫോൺ എനിക്ക് തന്നിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി. അതുകൊണ്ട് എൻ്റെ അപ്പയുടെ ഫോണിലുണ്ടാക്കിയ ചാനൽ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞിട്ട് എൻ്റെ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി. കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം വന്നത്. ചുമ്മാ ഓക്കെ. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഒരു ചാനൽ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വേറെ ലോഗോ ക്രിയേറ്റഡ് ആപ്പൊക്കെ വെച്ചൊരു ലോഗോയും ക്രിയേറ്റ് ആക്കി. പിന്നെ തപ്പി ഒരു പേരും ക്രിയേറ്റ് ആക്കി. ഡാർക്ക് മാസ്റ്ററിന് പേര് ക്രിയേറ്റ് ചെയ്തു. അത് പേര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ ആയുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനെങ്ങാണ്ട് എൻ്റെ അമ്മയുടെ അപ്പയുടെ ഫ്രണ്ടിന് 2 കിഡ്സ് ഉണ്ടായിരുന്നു. അത് 2 കിഡ്സ് തന്നെ. ഒരാൾ ബേബി ആയിരുന്നു. എന്നിട്ട് ഞാൻ അവർ പോവാൻ നേരത്ത് അവർ കാറിൻ്റെ അകത്ത് അവർ ആ 2 ബേബിനെയും ഒരു കിഡിനെയും ബേബീനെ കാറിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് അപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മയും അപ്പയും പിന്നെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടും 2 ഫ്രണ്ട്സും അവിടെ പുറത്ത് സംസാരിക്കായിരുന്നു. പക്ഷെ ആ കൊച്ചിനെ, ആ ബേബീനെ കാറിൽ തന്നെ അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി കാറിൻ്റെ അകത്തേക്ക് കയറി. ആ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ അപ്പയുടെ കാറിൻ്റെ ബോണറ്റിൽ തിരിച്ചു വെച്ചു. അതായത് എൻ്റെ ഫോണിൽ ബാക്ക് സൈഡ് നോക്കിയിട്ട് ഞാൻ വെച്ചു. എൻ്റെ അപ്പയുടെ പഴയ ഫോണിൽ ബാക്ക് സൈഡിൽ മാഗ്നറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബോണത്തിൽ അങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മയുടെ ഫ്രണ്ട് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ അപ്പയുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി കാറെടുത്തോണ്ട് എൻ്റെ അപ്പ പോയി. സമയത്തിന് ആ ഫോൺ എടുത്തില്ല. ഫോണ് ഇത് റോട്ടിൽ കാട്ടി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ കാറിൻ്റെ മുകളിൽ ഞാൻ വെച്ചു. എനിക്ക് ഓർമ്മ ഒന്നുമില്ല. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ കുഞ്ഞാരി പറഞ്ഞു ഞാൻ കാറിൻ്റെ മുകളിലെങ്ങാണ്ട് ഫോൺ വെക്കണ പോലെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ചെറിയ ഡൗട്ട് തോന്നി. ഞാനവിടെ കാറിൽ വെച്ചു തോന്നി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പയ്ക്കും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഡൗട്ട് തോന്നിയിട്ട് രാത്രി ആയപ്പോൾ എൻ്റെ അപ്പയുടെ ഫ്രണ്ടിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോൾ ഫോൺ വിളിച്ചു നോക്കി. രാത്രി എവിടെയും കിടക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ വെട്ടം കാരണം തെളിയുമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എന്തായിരുന്നു, അങ്ങനെ നോക്കിയപ്പോൾ പോലീസ് ഗാർഡയുടെ സ്റ്റേഷനിൽ നിന്ന് ഫോൺ എടുത്തു. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഫോൺ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഫോൺ ഞാൻ ബോണത്തിൽ വെച്ച് വന്നു. നടത്തരായിപ്പോയി. ഇങ്ങനെയാണ് എനിക്ക് സാധനം കിട്ടിയത്. ചുമ്മാ ഓക്കെ താഴോട്ട് പോയി. ഓക്കെ, അപ്പോൾ തന്നെ എൻ്റെ ഫോൺ പൊട്ടിയോണ്ട് എൻ്റെ ചാനലിൽ പോയി, ഡാർക്ക് മാസ്റ്റർ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാനലിലേക്ക് വന്നു. ഈ ചാനലിൽ ഒരു കാണിച്ച മണ്ടത്തരം ഉണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ഡാർക്ക് മാസ്റ്ററിൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഇതിലുണ്ടായിരുന്ന എല്ലാ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. എൻ്റെ എല്ലാ ഫോട്ടോ വീഡിയോ പോയി. ഇപ്പം ഞാൻ ആ ചാനൽ തന്നെ വീണ്ടും ഡോൺ സേ ദ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പോൾ ഡാർക്ക് മാസ്റ്റർ 2.0 ആയി. അതാണ് ചാനൽ സ്റ്റോറി. അങ്ങനെയാണ് ഞാൻ കുറച്ച് സ്റ്റോറി എന്താണെന്ന് പറയാതെ ഇങ്ങനെ കുറേ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോറി വീഡിയോ ഇവിടെ തീരാണ്. പിന്നെ എൻ്റെ റൂം ടൂർ, എൻ്റെ റൂം ടൂർ എന്ന് പറഞ്ഞാൽ അത് ഷോർട്സ് ആയിട്ട് ഒന്നിടാം, പാട്ടൊക്കെ ഇട്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, എനിക്ക് പെർഫെക്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ മുറിയിലോട്ട് ഇരിക്കണം.